ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ്. ഇപ്പോൾ ഒരു രാത്രി 10:05 ആ ഒരു ടൈമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ജാംജൂമിൻ്റെ ഫ്രണ്ടിൽ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടായപ്പോൾ അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഈ ഒരു ബലൂണിലാണ് ഫസ്റ്റ് കയറിയത്. ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ വലിയ കുട്ടികൾക്കും കയറാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നല്ല രസമാണ് കേട്ടോ. വല്ല സ്പ്രിങ് പോലെയാണ്. ഇതിൽ ചാടുമ്പോഴൊക്കെ ഇമാനും ഒക്കെ ഉതിർന്ന് വരുന്നുണ്ട് കേട്ടോ മേലേക്ക്. എനിക്ക് ഫസ്റ്റ് ഇതിൽ കയറിയപ്പോൾ പേടിയാണ് കേട്ടോ. കാരണം നല്ല ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയും. പിന്നെ ഞാൻ ഭയങ്കര സ്പീഡിൽ കളിച്ചു. പിന്നെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇമാനൊക്കെ ഫസ്റ്റ് ഹൈറ്റാണ് ഇതിൽ കയറുന്നത് തോന്നുന്നു. ഓള് ചെറുതായതുകൊണ്ട് തന്നെ ഓളെ കയറാൻ അയച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വേറെ അങ്ങോട്ടൊക്കെ പോയപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇവിടേക്കാണ് കേട്ടോ. ഓലൊക്കെ അപ്പക്കിന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളപ്പോൾ വേറെ ഏതൊക്കെയോ റൈഡിൽ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ആടി ഇരിക്കുകയായിരുന്നു. ഇവിടെ ഉണ്ടായപ്പോൾ കുട്ടികളതാണ്. എന്നാൽ വലിയവർക്കും കുതിരാനൊക്കെ പറ്റും തോന്നുന്നു. പിന്നെ ഈ ഒരു ഇതിനെന്താ പറയുക എനിക്കറിയില്ല. ഒരു സ്പ്രിങ് പോലെയാണ്. ഇതിൽ ചാടിയാൽ നേരെ മേലേക്ക് പൊന്തും. അപ്പോൾ അങ്ങനെ നല്ലൊരു ഇതാണ് കേട്ടത്. അപ്പോൾ ഇതിലും കുറേ കുട്ടികളുണ്ടായിരുന്നു. പിന്നെ ഇത് ഒരു 9:30 ആകുമ്പോൾ അടക്കും എന്നൊക്കെയായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഫുള്ളിലും കയറണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ വേറെ അതിലൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലൊക്കെ ഞങ്ങൾ ലാസ്റ്റൊക്കെ ആയിരുന്നു കയറിയിട്ടുണ്ടായിരുന്നു. ഇതിലൊന്നും ഞങ്ങൾ ഫസ്റ്റ് കയറിയിട്ടില്ല. പിന്നെ ഇത് കണ്ടോ, ഇതിൽ നമുക്ക് നിന്നിട്ട് ഇതാക്കുമ്പോൾ തല കറങ്ങണ പോലെയൊക്കെ നമ്മളിതിന്ന് വീഴാൻ പോകും. പക്ഷേ ഇത് അത്യാവശ്യം സ്പീഡിലാണ് കറങ്ങുന്നത്. പിന്നെ കുറച്ച് സ്പീഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിലൂടെ ഈ സംഭവത്തുമ്പോൾ ഞാൻ ചവിട്ടിയിട്ട് കയറിയിട്ട് ഒക്കെ കയറുകയുണ്ട് ചെയ്യാം. അപ്പുറത്ത് കൂടി സ്റ്റെപ്പും ഉണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു റൈഡ് ഭയങ്കര ഇഷ്ടമാണ്. വട്ടം ചുറ്റി വരുന്ന ആ ഒരു അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴേക്കും ഇമാനൊക്കെ ഇതിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞാൽ അത്ര പ്രശ്നമല്ല. കാരണം ഇരിക്കാനൊക്കെ പറ്റും. ഇരിക്കാനും ഒക്കെ ഇവിടെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓലപ്പോക്കിന് ഇതിൽ കയറി ആകെ കറങ്ങണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളതാ വേറെ എവിടേക്കോ ആണ്. ഞങ്ങൾ വേറെ കണ്ടോ ഈ ഒരു റൈഡ് ഇത് കണ്ടോ. ഇത് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ കയറും കൂടി ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ കയറുന്ന സംഭവമാണ്. പക്ഷേ ചില കയറൊക്കെ പൊട്ടാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിനി വീഴണ്ട വിചാരിച്ചിട്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടി കാലിട്ടിട്ടാണ് നടക്കണത്. പിന്നെ ഈ സംഭവം ഇത് ഭയങ്കര എനിക്ക് ഫസ്റ്റൊക്കെ ഞാൻ ചെയ്തു. പിന്നെ എനിക്ക് വയ്ക്കണില്ല. കൈ കുഴയാണ് കേട്ടോ. പിന്നെ അവിടുന്ന് വന്നപ്പോൾ തന്നെ എനിക്ക് കയ്യും വേദനയുണ്ടായിരുന്നു. അതിന് നല്ലോണം തൂങ്ങിയിട്ട്. പിന്നെ ഇങ്ങനെയാണ്. ഇതുമ്മക്കൂടി ഇങ്ങനെ റൗണ്ട് ചെയ്യുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ കയറി വെക്കാം. ഇതിൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞങ്ങളാരും തള്ളാനൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് തള്ളണത്. അപ്പോൾ പിന്നെ എനിക്കിത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇവിടെ ഇറങ്ങാൻ വിചാരിച്ചു. പിന്നെ വീണ്ടും കറങ്ങാൻ കേട്ടോ. ഓൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് കുറച്ച് നേരം കൂടെ കറങ്ങാൻ വിചാരിച്ചിട്ട് അവിടെ നിന്നു. പിന്നെ ഞങ്ങൾ വേറെ അങ്ങോട്ടൊക്കെയോ പോയി. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ചെയ്യണം കേട്ടോ. ഈ സംഭവം കണ്ടോ. ഇത് ഇമാനക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ കേട്ടോ. അപ്പോൾ അത് ബൈക്കും ഹെലികോപ്റ്ററോ ആണ്. പിന്നെ ഇത് വേറെ സംഭവമാണ് കേട്ടോ. കുതിരയാണ് തോന്നുന്നു ഇങ്ങനെ കറക്കുക. ഇതിന്മേ ചെറിയ കുട്ടികൾക്ക് കയറാൻ പറ്റണമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ പൈമേനും ഞങ്ങളപ്പോൾ വേറെ എവിടേക്കോ ആണ് കേട്ടോ. ഞങ്ങൾ ഇവിടേക്ക് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇതിൽ കൂടെ ഇതിലൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഫസ്റ്റൊക്കെ ഭയങ്കര ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഞങ്ങൾ മാത്രമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഈ സംഭവം ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു വെള്ളമൊക്കെ. പിന്നെ ഇതിൻ്റെ അടുത്തൊക്കെ വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കമ്പിയാണെന്ന്.
അപ്പോൾ ഇത് അത്രയ്ക്ക് വലിയ വർക്കൊന്നുമല്ല, ചെറിയ വർക്കാണ്. പിന്നെ ഇതിൽ ഫ്രണ്ട്സ് ഞാൻ ഇതിന്മേൽ കയറണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫസ്റ്റ് ഞാൻ കയറിയിട്ടുണ്ടായില്ല, എനിക്ക് പേടിയേനു. പിന്നെ ഞാൻ കുറേ കയറി, പക്ഷേ എനിക്കിത് മേലേക്ക് എത്തുമ്പോൾ എനിക്ക് പേടിയേനു കേട്ടോ. എൻ്റെ പാൻറ്റ് ഇങ്ങനെ തടയണ ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനെ വലിഞ്ഞിങ്ങനെ പിടിച്ച് കയറുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ഹൈറ്റൊക്കെ ഉണ്ട് കണ്ടോ. അപ്പോൾ ഞാൻ ഏകദേശം മേലേക്ക് എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ മേലേക്ക് എത്തിയിട്ട് ഇത് മേലേക്ക് എത്തുമ്പോൾ പേടിയാവും, കാരണം അവിടെ ഒരു റൗണ്ട് ഷേപ്പിലാണ്. അപ്പോൾ ഉയ്യോന്നൊക്കെ പേടിയാവും. അപ്പോൾ അങ്ങനെ ഞാൻ മേലെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ഓളെ വിളിച്ച് നോക്കിയപ്പോൾ ഓൾ വന്നിട്ടില്ല. ഓളെപ്പോഴും അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെന്താ ഓൾ ടോപ്പ് തടഞ്ഞിട്ട് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഓളെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ ഓളും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കിന് ഞാൻ അപ്പുറത്തേക്ക് വന്നപ്പോഴേക്കിന് ഓൾ നേരെ അടിയിലേക്ക് ചാടിട്ടോ. ഓളെ ഇതൊക്കെ വൈക്കിയിട്ട് ഓൾ വീണ്ടും അടിയിലേക്ക് ചാടി. പിന്നെ ഓൾ വിചാരിച്ചു ഓൾ ഷാള് ഒക്കെ ഊരിയിട്ട് കയറാൻ വിചാരിച്ചിട്ട് ഓളങ്ങനെ കയറി. അപ്പോഴേക്കിന് മറ്റോൾ ഏകദേശം മേലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾ വീണ്ടും കയറിയിട്ട്. അപ്പോഴേക്കിന് ഞാൻ വിചാരിച്ചു ഓളവിടെ വേറെ കുട്ടികൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓലെ പിടിച്ചാൽ വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി. പിന്നെ ഓൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങോട്ട് തന്നെ പോകുന്നു. അപ്പോഴേക്കിന് ലച്ചു എന്നാണ് കേട്ടോ പേര്. ഓൾ മേലെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും മറ്റോൾ അവിടെ കയറുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ ഇവിടെ വേറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെയോ പന്ത് വെച്ചിട്ടൊക്കെ കളിച്ചിന്. പിന്നെ ഞാൻ കയറാൻ നിന്നു, വീണ്ടും കയറാൻ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നേ. ഞാനിതുമ്പോൾ ഇങ്ങനെ കയറിയോണ്ട് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ആ നടുവിൽ കൂടി പോകുമ്പോഴാണ് വയ്ക്കുന്നത്. സൈഡിൽ കൂടി പോകുമ്പോൾ എനിക്ക് വലിയ പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇമാനു ഇതിൽ കൂടിയാണ് കേട്ടോ നടക്കണത്. ഓൾ പേടിച്ചിട്ട് ഉമ്മച്ചി മേലെ കയറാൻ അയക്കൂല കേട്ടോളെ. അതുകൊണ്ട് ഓൾ അടിയിൽ കൂടി ഇങ്ങനെ കളിച്ചിരുന്നു. അപ്പോഴേക്കിന് മറ്റോൾ അതാ മേലെ എത്തിക്കണം കേട്ടോ. അതങ്ങനെയൊക്കെ കയറി മേലെ എത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒക്കെ ഒരു ടൈം ആയപ്പോൾ കുറേ ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേപോലെയാണ് കേട്ടോ ഇതിരുന്ന് വരിക. ഇത് ഇങ്ങനെ ഞാൻ വേറെ എങ്ങോട്ടോ പോയപ്പോൾ കയറിയിട്ടുണ്ട്. കയ്യുമൊക്കെ മുറിയിട്ടുണ്ടായിരുന്നു, കാരണം വീഴാൻ പോയിട്ട് മേലെന്ന് അടിയിലേക്ക് വരുമ്പോൾ കൈ ഇങ്ങനെ ഒരതിയിട്ടാണ് പോന്നു. ഇതിൽ നിന്ന് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ വേറെ അവിടെ നിന്നാണ്. പിന്നെ എനിക്കിതിൽ കയറാൻ പേടിയുണ്ട്, ഇനി മുറിയൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ ഞാൻ കയറി. അപ്പോൾ ഇതിൽ ചാടാനൊക്കെ ഭയങ്കര രസമാണ്. ഭയങ്കര രസമാണ്. എനിക്കിത് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് കുട്ടികളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. എന്നാലും കുറച്ചൊക്കെ ഞങ്ങളെ പോലത്തേലൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങിട്ടോ. ഇനി വേറെ ഒരിക്കലും പോകാൻ വിചാരിച്ചിട്ട് ഞങ്ങളതിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഇത് സീസമാണ്, പക്ഷേ ഞാൻ ലച്ചുവിന് ഇതാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഓളാണ് തോന്നുന്നു. ഞാൻ ഓൾ ഇന്ത്യങ്ങാടിൽ കുറച്ച് കനമുണ്ട് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. ഞാൻ മേലേക്കോട്ട് പോന്നു. പിന്നെ ഇറങ്ങാൻ എനിക്ക് വയ്ക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി പൊന്തി ഇങ്ങനെ കളിച്ചിരുന്നു. പിന്നെ ഇവിടെ കുട്ടിയൊക്കെ ചെറിയൊരു നിറച്ച് ബോളൊക്കെ ഇട്ടിട്ട് എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുട്ടികളിലുണ്ടോ, അത് ഞങ്ങൾക്കൊന്നും പറ്റില്ല. അപ്പോൾ അതിലാണ് കുട്ടികളൊക്കെ കളിച്ചത്. ഇത് ഇവർക്ക് ഇഷ്ടപ്പെട്ട റൈഡാണ് കേട്ടത്. പിന്നെ ഇത് രണ്ടാളിരിക്കണ ഇതാണ്. പക്ഷേ ഓളെ വിചാരം ഒരാളിരിക്കണമെന്നാണ് കേട്ടോ. പിന്നെ ഇതുമൊക്കെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. ഇത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതുമ്മേ ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ഡ്രാഗണിനൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ ഇതുമ്മേണ് എനിക്ക് കുറച്ച് പേടിണ്ടായിരുന്നത് കേട്ടോ. കാരണം ഇതങ്ങോട്ട് കയറാൻ ടൈമിലോട്ട് റൗണ്ട് ചെയ്യും. ഇത് ശരിക്കും മേലത്തെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ അപ്പുറത്തേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി അങ്ങനത്തെ ഒരു സാധനമാണ്.
അപ്പോൾ ഓള് അതിന്മേൽ കയറിയിട്ടൊക്കെ പേടിയായിട്ട് വീണ്ടും ഇറങ്ങി തോന്നുന്നു. പിന്നെ ഇതാ ഈ സംഭവം ഇത് പിന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, പിന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വീണ്ടും കയറി. പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാലാണ് കേട്ടോ. ഇതിൽ ആ ബ്ലൂ കളർ ഊഞ്ഞാൽ ഭയങ്കര സ്പീഡാണ് കേട്ടോ. അതിന്മേൽ ഭയങ്കര സ്പീഡാണ്. പിന്നെ ഇമാനൊക്കെ സ്പീഡിൽ കയറ്റണമൊക്കെ പേടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓള് പതുക്കെയാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ ഊഞ്ഞാലുണ്ട്. അപ്പോൾ ഓള് മറ്റവരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഓലൊക്കെ ഇങ്ങനെ ആടുന്ന കണ്ടിട്ട് ഓലൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അടുത്തത് ഈ ഊഞ്ഞാൽ, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതും പിന്നെ ബലൂണാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട റൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഞങ്ങളെല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാവരും കണ്ടു. അപ്പോൾ ഞാൻ ആ അരുവിലാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഊഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ആ ആളാതെ ഇങ്ങനെ ഇരിക്കേന്, പിന്നെ ഞാൻ കാട്ടി തന്നു. അപ്പോൾ ഇതുമ്മ ഇങ്ങനെ ആടിയിട്ട് കുറച്ച് നേരം. പിന്നെ ഫസ്റ്റ് ഒന്നും സ്പീഡ് ഉണ്ടായില്ല, പിന്നെ ഇങ്ങനെ സ്പീഡ് ഇങ്ങനെ കൂട്ടാൻ നിർത്തി. കൂട്ടുക എന്ന് പറഞ്ഞാൽ മെഷീനിൽ കൂട്ടുന്നില്ല കേട്ടോ, സ്പീഡിൽ ആട്ടാൻ നിർത്തിയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ഊഞ്ഞാലുമ്മ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇതും ഭയങ്കര രസമാണ് കേട്ടോ. ഇത് അതിലേറെ സ്പീഡിലാട്ടിയാൽ ഇതിലേറെ രസമുണ്ടാകും. കാരണം ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് പോയിട്ട് അടിക്ക് ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര രസമാണ്. പിന്നെ ഞാൻ വീണ്ടും അതിന്മേൽ തന്നെ കയറാൻ നടത്തി. അതിന്മേൽ ഇങ്ങനെ കയറിയിട്ട് പിന്നെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോവാണ്. അപ്പോൾ അപ്പോഴേക്കും കുറച്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബലൂണൊക്കെ അയച്ചിട്ടുണ്ട്. പിന്നെ 4 ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ സംഭവമാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.